ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അറിഞ്ഞ പ്രയാസപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ സച്ചേട്ടൻ എന്നോട് ആ വിഷയം പറയാത്ത? ഈശ്വര, ഇവളെല്ലാം അറിഞ്ഞോ? അല്ല, ഇവളെങ്ങനെയാ അത് മനസ്സിലാക്കിയത്? അതാണ് ഭാര്യയുടെ മനസ്സിന്റെ ശക്തി. എന്തിനാ നീ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? സമയത്തിന് എന്തെങ്കിലും കഴിക്കണ്ടേ? ഇല്ല, സച്ചേട്ടൻ വന്നിട്ട് ഞാൻ കഴിച്ചോളാം. ഇന്ന് രാവിലെ മുതൽ സച്ചേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. എന്നോടധികം സംസാരിക്കുന്നില്ല, ഒഴിഞ്ഞു മാറി നടക്കുക. ഫോൺ ചെയ്ത് എടുക്കുന്നുമില്ല. സാധാരണ സച്ചേട്ടൻ എന്നോടിങ്ങനെയല്ല. ഇതിന് പിന്നിൽ എന്തോ ഉണ്ടല്ലോ. ഇനി സച്ചേട്ടൻ പോയിക്കോ. എത്ര നേരമായി വന്നിട്ട്? അർച്ചന അറിഞ്ഞ എന്ത് വിചാരിക്കും? എന്തു വിചാരിക്കാൻ? ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അവളോട് സത്യം പറഞ്ഞാലോ എന്നാ. ഇപ്പൊ തന്നെ അവളോട് ചെറിയ കള്ളം പറയേണ്ടി വരുമ്പോ എനിക്കിത് വലിയ വിഷമോ. വേണ്ട സച്ചേട്ടാ, ഇപ്പൊ ഒന്നും പറയണ്ട. അർച്ചന പിന്നെ എന്നെ കാണുന്നത് സഹതാപം നിറഞ്ഞ കണ്ണുകൊണ്ടായിരിക്കും. എനിക്ക് ആരുടെയും സഹതാപം വേണ്ട. അത് മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇത് ഗോവിന്ദ് അറിയാനിടയായ പിന്നെ ജീവിതകാലം മുഴുവനും അവന്റെ മനസ്സൊരുക്കും. അങ്ങനെ സംഭവിച്ച മരിച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. സച്ചേട്ടനല്ലാതെ മറ്റൊരാളും ഈ കാര്യം അറിയണ്ട. എന്തിനാ ഇങ്ങനെ മരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നേ? അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേക്ക്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. തൽക്കാലം ഞാൻ പോവാ. ഞാൻ ചെല്ലാതെ അർച്ചന ഭക്ഷണം കഴിക്കില്ല. അർച്ചന ഭാഗ്യവതിയാ. സ്വന്തം ഭാര്യയോട് ഇതുപോലെ കരുതലും സ്നേഹമുള്ളൊരു ഭർത്താവിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആ, അതെനിക്കിഷ്ടപ്പെട്ടു. അധികം നേരം ഇങ്ങനെ ഇരിക്കണ്ട, കിടന്നുറങ്ങിക്കോണം. കേട്ടല്ലോ? കേട്ടു. ആ, പോട്ടെ. നോക്കി ആ ഫുഡൊക്കെ ഇരുന്ന് തണുത്ത് കാണും മോളെ. കഴിച്ചാലോ? വേണ്ടമ്മേ, സച്ചേട്ടൻ വരട്ടെ. അവൻ വന്നിട്ട് നീ കഴിച്ചു തന്നെ. അത് മതിയമ്മേ. അച്ചുവേ, ഇത്രയും മരുന്ന് കഴിക്കുന്നതല്ലേ, ആഹാര സമയത്തിന് തന്നെ കഴിക്കണം. ഞാൻ കഴിച്ചോളേട്ടാ. ആ, അല്ല, സച്ചി ഇതുവരെ എവിടെയായിരുന്നു? എത്ര തവണ ഫോൺ വിളിച്ചു? ഫോണിന് വല്ല കംപ്ലൈന്റും ഉണ്ടോ? ഇല്ല, ഒന്നും പറ്റിയില്ല. നീ വന്നിട്ടേ ആഹാരം കഴിക്കുന്നുള്ള വാശിയില്ല അവള്. ഞങ്ങളൊക്കെ ആകുന്ന പറഞ്ഞു നോക്കി, അവളൊന്ന് കഴിക്കണ്ടേ? നീ വന്നാലേ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരേ ഇരിപ്പ. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ആഹാരം സമയത്ത് കഴിക്കേണ്ടതല്ലേ? സച്ചേട്ടൻ ഇതെവിടെയായിരുന്നു? സച്ചേട്ടന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
എന്തോ ഒരു ടെൻഷനുള്ള പോലെ. എനിക്കൊരു ടെൻഷനും ഇല്ല. താൻ സമാധാനമായിട്ടിരുന്നാ മതി. നിന്റെ കാര്യം ഓർത്തായിരിക്കും അവന് ടെൻഷൻ, അല്ലാതെ അവന് വേറെന്ത് ടെൻഷൻ? ആ അല്ല, സച്ചി വന്നല്ലോ, നമുക്കെന്ന് ഇറങ്ങിയാലോ? സച്ചി വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ. അമ്മ ഇവിടെ നിന്നോ? ആ അത് വേണ്ട, ഇവിടെ സച്ചേട്ടൻ നിന്നാ മതി. എന്നാ പിന്നെ ശരി, ഞങ്ങളങ്ങ് ഇറങ്ങുവാണേ. പോയിട്ട് വരെ വേടാ. പോട്ടെ മോളെ, ശരിയെന്നാ. പോട്ടെ. സമയം ഒരുപാടായി, ഞാൻ ഫുഡ് എടുക്കാം. സത്യം പറ സച്ചേട്ടാ, രാവിലെ മുതല് എന്താ സച്ചേട്ടന് വല്ലാത്തൊരു പരവേശവും വെപ്രാളവും ഒക്കെ? താൻ എന്തായി പറയുന്നേ? എനിക്കങ്ങനൊന്നുമില്ല. ഞാനേ സച്ചേട്ടന്റെ ഭാര്യ. സച്ചേട്ടൻ എന്ത് മനസ്സ് വിചാരിച്ചാലും അതെനിക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ സച്ചേട്ടൻ എന്റെ അടുത്തുനിന്ന് മറിക്കുന്നത് എന്താണെന്നും എനിക്കറിയാം. ഞാൻ അറിഞ്ഞ പ്രയാസപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ സച്ചേട്ടൻ എന്നോട് ആ വിഷയം പറയാത്ത? ഈശ്വര, ഇവളെല്ലാം അറിഞ്ഞോ? അല്ല, ഇവളെങ്ങനെയാ അത് മനസ്സിലാക്കിയത്? അതാണ് ഭാര്യയുടെ മനസ്സിന്റെ ശക്തി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. തന്നോട് പറയണമെന്ന് നേരത്തെ കരുതിയതാ. അവരോട് സങ്കടവും സാധാപവും ഒക്കെ എനിക്കും ഉണ്ട്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ സച്ചേട്ടാ? നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാ പിന്നെ ആരോട് നമ്മൾ ഒരു സെന്റിമെന്റ്സും കാണിക്കരുത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും ഏടത്തെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളെ ദ്രോഹിക്കാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും. സച്ചേട്ടനും സന്ദീപും എല്ലാം അമ്മയുടെ സ്ഥാനത്ത് അവരെ കണ്ടിരുന്നെന്നൊക്കെ എനിക്കറിയാം. അത് ശരി, അർച്ചന പറയുന്നത് അവന്തികടത്തെ കുറിച്ചാണ്. തൽക്കാലം രക്ഷപ്പെട്ടു. അവര് സച്ചേട്ടനെ വിളിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? കാണും. എന്ത് ചെയ്തിട്ടായാലും ആരുടെയും കാല് പിടിക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അവരോട് സച്ചേട്ടൻ എന്തെങ്കിലും സെന്റിമെന്റ്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് സച്ചേട്ടന്റെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷേ അവരത് അർഹിക്കുന്നില്ല. കാരുണ്യവും ദയയും സഹതാപവും ഒക്കെ അതൊക്കെ അർഹിക്കുന്നവർക്ക് മാത്രമേ നൽകാവൂ. അതെ, അത്രേ ഉള്ളൂ. താൻ പറഞ്ഞത് തന്നെയാണ് ശരി.